പട്ടും വളയും കൊട്ടും കുരവയും ഒക്കെ ആയിട്ടാണ് സന്ദീപ് വാര്യരെ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആനയിച്ചത്. ഇപ്പോൾ ദാ പെരുവഴിയിലാണ് നിൽക്കുന്നത്. ജയിലിൽ കിടന്നിട്ട് പോലും ഒരുത്തരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള കോൺഗ്രസിൽ സന്ദീപ് വാര്യര് ഇനി തുടർന്നാൽ എന്തായിരിക്കും സ്ഥിതി? സന്ദീപ് വാര്യരുടെ ചാട്ടം പിഴച്ചു എന്നാണ് എനിക്കും തോന്നുന്നത്. അത് ആദ്യമേ എനിക്ക് തോന്നിയിരുന്നതാണ്. കാരണം സന്ദീപ് വാര്യര് അസാധാരണമായ ധിഷണാശക്തിയോടെയും ആവേശത്തോടും കൂടെയാണ് രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധിയെ, ഇന്ദിരാഗാന്ധിയെയൊക്കെ വിമർശിച്ച് തള്ളിയിരുന്നത്. കോൺഗ്രസിനെ അദ്ദേഹം ചവിട്ടിക്കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ TV ചാനൽ ചർച്ചകളിൽ. കോൺഗ്രസ് നേതാക്കളെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുകയും നാണം കെടുത്തുകയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചാനൽ ചർച്ചയിലൂടെ. അതാണ് അദ്ദേഹത്തിന് ഇത്രയും പേര് കിട്ടിയത്. സന്ദീപ് വാര്യർ എന്ന് പറയുമ്പം BJP-ക്കാർക്കൊക്കെ ഒരു ആവേശമായിരുന്നു, രോമാഞ്ചമായിരുന്നു. അപ്പം അങ്ങനെ നിന്ന സന്ദീപ് വാര്യർ വെറും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം BJP-യിൽ നിന്ന് പുറത്ത് ചാടിയത്. അപ്പം അദ്ദേഹത്തിന് എന്താണ് അതിൻ്റെ വിഷമം എന്നുള്ളത് പലർക്കും ഇപ്പോഴും സംശയമാണ്. ചിലപ്പോൾ പാർട്ടിയിൽ എന്തെങ്കിലും അവഗണന വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം പറയുന്ന കാരണങ്ങളൊന്നും കേട്ടിട്ട് ഒരു അവഗണനയ്ക്കുള്ള കാരണമാണെന്ന് തോന്നുന്നില്ല. അമ്മ മരിച്ചപ്പം വേണ്ടപ്പെട്ടവർ വന്നില്ല, അല്ലെങ്കിൽ പാലക്കാട്ടെ വേദിയിൽ എന്നെ കയറ്റി ഇരുത്തിയില്ല ഇലക്ഷൻ സമയത്ത്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ന്യായമായിട്ട് പറഞ്ഞത്. എന്തായാലും അതൊരു പാർട്ടിയിൽ നിന്ന് ചാടിപ്പോകാനുള്ളൊരു ന്യായമായിട്ട് തോന്നിയില്ല. നമുക്കും തോന്നിയില്ല, പാർട്ടിക്കാർക്കും തോന്നിയില്ല, പത്രക്കാർക്കും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടുത്തെ ഈ ചില കോൺഗ്രസ് അനുകൂല ചാനലുകൾ എപ്പോഴും ഉണ്ടല്ലോ, ആ ചാനലുകളും പിന്നെ UDF-ന് വേണ്ടി വാദിക്കുന്ന ചില വ്യക്തികളും വക്താക്കളും ഒക്കെയാണ് ഇതിനെ അനുകൂലിച്ചത്. അപ്പം അത് അന്ന് തന്നെ ഒരു ചാട്ടം പഴച്ചോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏതാണ്ട് സത്യത്തിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യം വരുന്നത്. അന്നേ പഴച്ചതാണ്, പക്ഷേ ഇപ്പോൾ കാല് രണ്ടും ഉളുക്കി ജയിലിനകത്തോട്ട് വീണപ്പോഴാണ് അത് കൂടുതൽ അദ്ദേഹത്തിന് ബോധ്യമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സന്ദീപ് വാര്യരെ അടുത്തറിയാവുന്ന ചിലർ എന്നോട് പറഞ്ഞത് സന്ദീപ് വാര്യർ ഒന്ന് വീമ്പിൽ ഇളക്കുമായിരുന്നു. ഞാൻ BJP-യിൽ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര അവഗണനയായിരുന്നു, എല്ലാവരും എന്നെ അവഗണിച്ച് തള്ളുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കോൺഗ്രസ്സിൽ ചെന്നതിന് ശേഷം, UDF-ൽ ചെന്നതിന് ശേഷം എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, സ്വീകരണം കൊണ്ട്. പണക്കാട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നു. പിന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ, അതായത് ഗൾഫ് നാടുകളിലൊക്കെ എനിക്ക് ഭയങ്കര സ്വീകരണം. അവർ ഫ്ലൈറ്റ് ടിക്കറ്റും തന്ന് വിളിക്കുന്നു, അവിടെ വരണം, ഇവിടെ വരണം, 100 സ്ഥലത്തു നിന്ന് എനിക്ക് ക്ഷണം. കേരളത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ പലരും എന്നെ ഓരോരോ മീറ്റിങ്ങിനായിട്ട് വാശിയോടെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. എന്തൊരു സ്വീകരണമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഈ ചില തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ചിലരുടെ അടുത്തേക്ക്, ചില അമ്മായിയമ്മമാരുടെ അടുത്തേക്ക് ചെല്ലുന്ന പോലെയാണ്. ആദ്യത്തെ ദിവസം വലിയ സ്വീകരണമായിരിക്കും, താലവിട്ട് സ്വീകരിക്കുന്നു, പൊട്ടണിയിക്കുന്നു, മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് മണിയറയിലേക്ക് അയക്കുന്നു. പിറ്റേ ദിവസം മുതലാണ് തനിക്കൊണ ഇറങ്ങുന്നത്. മോൻ്റെ അടുത്ത് പോകാൻ പാടില്ല, നിൻ്റെ ആഭരണം ഇവിടെ അഴിച്ചു വയ്ക്കും, നിൻ്റെ വേലത്തരമൊന്നും വേണ്ട, അടുക്കളയിൽ നിന്ന് പണിയെടുക്ക്, വെട്ട്, കിളയ്ക്ക്, പാത്രം കഴുക്, എച്ചിൽ കോര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് അപ്പോഴായിരിക്കും. ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു സന്ദീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാർ പലരും ഇപ്പോൾ കോൺഗ്രസ്സിൽ പലരും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ വലിയ ആളൊക്കെ തന്നെ നിർത്തിയില്ല. അബിൻ വർക്കി എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ജനിച്ച് കോൺഗ്രസ്സിൽ വളർന്ന് കോൺഗ്രസ്സിൽ ജീവിക്കുന്ന എന്ന് അദ്ദേഹം തന്നെ പറയുന്ന, എൻ്റെ ഓരോ ശ്വാസത്തിലും കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത്. ആ അബിൻ വർക്കി തന്നെ ഇപ്പം 4 കരണം പറഞ്ഞ് മൂക്കും കുത്തി താഴെ വീണിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയും രമേശ് ചെന്നിത്തലയും വിമർശിച്ചുകൊണ്ട് നടന്ന ഇദ്ദേഹം എങ്ങനെയാണ് ഇപ്പൊ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് സന്ദീപ് വാര്യർ നോട്ടം ഇട്ടിരിക്കുന്ന മണ്ഡലം ലീഗിന്റെ കോട്ടയിലാണ്. അല്ല, അവിടെ നിന്നാലേ വല്ല രക്ഷയും കിട്ടുള്ളൂ. തവന്നൂരിലാണ്. കാരണം മറ്റ് ഏതെങ്കിലും മലബാർ അല്ലാത്ത ഇടങ്ങളിൽ നിന്ന BJP-ക്കാരും തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കും, തോൽപ്പിക്കാൻ വേണ്ടി നിശ്ചയമായും തയ്യാറെടുക്കും. CPM-കാരും വിടയില്ല. കാരണം അവർക്ക് ഒരുപാട് ശരങ്ങൾ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും പാരവയ്ക്കും എന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ നിൽക്കുന്നത്. കോൺഗ്രസ് പിന്നെ പാരവയ്പ്പ് പുത്തിരിയല്ലല്ലോ. അവിടെ പിന്നെ അച്ഛനെ മോൻ പാരവയ്ക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കോൺഗ്രസിനെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നില പരുങ്ങലിലാണ്, വളരെ പരുങ്ങലിലാണ്. ഇനിയിപ്പം ഞമ്മൻ്റെ ആൾ രക്ഷിച്ചാലേ തവനൂരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാൻ പറ്റുള്ളൂ.
താനൂരോ തവനൂരോ? തവനൂര്. തവനൂരാണെങ്കിൽ ഇച്ചിരി പാടാ. KT ജലീലിലാണ്. അവിടെ ഇച്ചിരി പാടാ. KT ജലീലിനൊക്കെ അവിടെ അല്ല, കഴിഞ്ഞ തവണ KT ജലീൽ ഏതാണ്ട് ഒരു 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നോട്ടം. പിന്നെ ലീഗിന് താനൂരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. തവനൂർ എനിക്ക് അത്ര ലീഗിന് ജലീലിനെ തോപ്പിക്കണമെന്നൊരു വാശിയുണ്ട്. അതെ അതെ. കാരണം പണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് തോപ്പിച്ചതിന്റെ ഒരു വാശി പ്രതികാരം തീർക്കാൻ വേണ്ടി നടന്നത്. സന്ദീപ് വാര്യരെ വെച്ച് തീർക്കാന്നാണ്. പക്ഷെ അത് ചിലപ്പോൾ തിരിഞ്ഞു കുത്തും. സന്ദീപ് വാര്യരെ അവിടെ ഇട്ടാൽ ചിലപ്പം പിന്നെ ജലീലിന് കുറച്ചുകൂടെ വോട്ട് കിട്ടുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ജയിലിൽ കിടന്നിട്ടും ഒരുത്തരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ജയിലിനകത്തിട്ട് കഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന് പറഞ്ഞു. ജയിൽ വാർഡൻ, ജയിലിലെ പിന്നെ സഹതടവുകാർ വരെ അദ്ദേഹത്തിനെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ജയിലറോട് വരെ പറഞ്ഞു, എന്നെ ഇവിടുന്ന് മാറ്റി രക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അത്രയ്ക്ക് മോശമായ ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടി. അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ ആരും പോയി തിരിഞ്ഞു നോക്കിയില്ല. വളരെ പാടുപെട്ടാണ് പുറത്തു പോലും ഇറങ്ങിയത് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി ഉള്ള ഇലക്ഷൻ തെരഞ്ഞെടുപ്പ്, അതിലെ സ്ഥാനം, കോൺഗ്രസ്സിലെ സ്ഥാനം, ഇതൊക്കെ വെള്ളത്തിലാകുമെന്ന് സംശയമുണ്ട്. ഇപ്പം തന്നെ ഈ ചാനൽ ചർച്ചകളിലും പുള്ളിക്ക് ശോഭിക്കാൻ കഴിയുന്നില്ല. ചാനൽ ചർച്ചകളിലൊക്കെ വരുമ്പം BJP-ക്കാർക്ക് പുറമെ ഈ CPM-കാരും ഇട്ട് കൊട്ടുക. അതെ, നിങ്ങൾ കൂടുതൽ പറയണ്ട, നിങ്ങളുടെ പഴയ, അതുപോലെ പഴയ എന്തെങ്കിലും ഒരു സാധനം പിന്നെ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടോ, കോൺഗ്രസിന്റെ വക്താവായിട്ട് വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടല്ലേ പറയണ്ടേ, സോണിയക്ക് അനുകൂലമായിട്ടല്ലേ പറയണ്ടേ, രാഹുലിന് അനുകൂലമായിട്ടല്ലേ പറയണ്ടേ. അത് പറയുമ്പം ഉടനെ തന്നെ അടുത്ത ട്രോൾ വരികയാണ്. ഇയാൾ മുമ്പ് സോണിയെ അധിക്ഷേപിച്ചത്, രാഹുലിനെ അധിക്ഷേപിച്ചത്, കോൺഗ്രസിനെ അധിക്ഷേപിച്ചത്, കേരളത്തിലെ നേതാക്കളെ അധിക്ഷേപിച്ചത്, മുസ്ലിം ലീഗിനെ അധിക്ഷേപിച്ചത്, മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചത് എല്ലാം വരികയാണ്. ഇനി അത് വേറെ പ്രശ്നം. ഈ തവനൂരൊക്കെ പോയി നിൽക്കുമ്പോഴേ വേറൊരു പ്രശ്നമുണ്ട്. അവിടെ മുഴുവൻ ഈ പഴയ സാധനങ്ങൾ എടുത്തിടും. മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും മുസ്ലിം ആചാരങ്ങളെയും മുസ്ലിമിൻ്റെ രീതിയൊക്കെ ഇദ്ദേഹം വളരെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് പലപ്പോഴും. ആ വീഡിയോകളൊക്കെ ഇനി പറഞ്ഞു. ഇങ്ങനെ എല്ലാം കൊണ്ടും വൈതരണിയിലായി നിൽക്കുകയാണ്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫൈറ്റാണ്. അത് നേരിട്ടുള്ള ഫൈറ്റ് അല്ലല്ലോ, അടിയിൽ കൂടെയുള്ള വെട്ട് ഭയങ്കരമാണ്. ആ വെട്ടിൽ ഇതൊക്കെ വരും. പിന്നെ കുറേ സ്റ്റോക്ക് BJP-ക്കാരുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അവർ പുറത്തെടുക്കാത്ത കുറേ സാധനങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങൾ. അതെല്ലാം ഇലക്ഷന് പുറത്തെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ആശാനെ അപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ലക്ഷണമാണ്. അത് കാരണം എന്ന് വെച്ചാൽ ഈ കാലുമാറ്റക്കാർ പൊതുവെ ആർക്കും ഇഷ്ടമല്ല. ഈ കാലുമാറ്റക്കാർ പിന്നെ ബീഹാറിലൊക്കെ രക്ഷപ്പെടും. നിതീഷ് കുമാർ, അദ്ദേഹം പിന്നെ 20 വർഷം എൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണെങ്കിലും 25 വർഷം കാല് മാറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനത്തെ ഒരു ആളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു ഗുണം, അതവിടെ ആരും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ പിന്നോക്ക ജാതിക്കാരിലെ അദ്ദേഹത്തിൻ്റെ ബേസ്, അദ്ദേഹം എന്ത് ചെയ്താലും കുഴപ്പമില്ല, അദ്ദേഹമാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലമുണ്ട്. ഇവിടെ സന്ദീപിന് അങ്ങനെ ഒരു ബേസ് ഇല്ലല്ലോ. BJP-യിലുള്ള ബേസേ ഉള്ളൂ. അത് ഈ സന്ദീപിനെന്നല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ രാഷ്ട്രീയ പാർട്ടി വിട്ടാലൊരു ബേസ് ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.